إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണേ എന്നുണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. قال الله عز وجل النبي أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതമുൽ അംബിയാഇ വൽ മുർസലീൻ, അംബിയാക്കളുടെയും മുർസലീങ്ങളുടെയും അവസാനത്തെ കണ്ണിയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നഫ്സിനേക്കാൾ അവർക്ക് പ്രിയപ്പെട്ടതാണ്, അവരുടെ ജീവനേക്കാൾ അവർക്ക് പ്രിയപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ അള്ളാഹുവിൻ്റെ റസൂലാണ് ഒരു മുഅ്മിനിൻ്റെ മാതൃകയെന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങൾക്ക് അവരുടെ നഫ്സിനേക്കാൾ ആത്മാവിനേക്കാൾ പ്രിയപ്പെട്ടവനാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളാകട്ടെ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരാകട്ടെ അവരുടെ ഉമ്മമാരുമാകുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത്രമാത്രം വിശ്വാസികൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സൂറത്തുൽ അഅറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഉ النൂറ الذي ഉൻസില മഅഹു ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയും ആ റസൂലിനെ ആദരിക്കുകയും ആ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ആ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറങ്ങിയതായ സന്മാർഗമാകുന്ന പ്രകാശത്തെ പിന്തുടരുകയും ചെയ്തവരാരോ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാകുന്നു യഥാർത്ഥ വിജയികൾ എന്ന് നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കുന്നതാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയുണ്ടായി, യാ റസൂലല്ലാഹ്, ഖാല ഉമർ ഇബ്നുൽ ഖത്താബ്
رضي الله عنه لرسول الله صلى الله عليه وسلم يا رسول الله لأنت أحب إلي من كل شيء إلا من نفسي അള്ളാഹുവിന്റെ റസൂലേ, അങ്ങ് എല്ലാ കാര്യത്തെക്കാളും എനിക്ക് പ്രിയപ്പെട്ടവനാണ്, എന്റെ ജീവനൊഴികെ എന്റെ നഫ്സൊഴികെ എന്ന് തീരുന്നതുവരെ ഈമാൻ പൂർത്തിയാകുകയില്ല ഉമർ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. فقال عمر رضي الله عنه فإنه الآن والله لأنت أحب إلي من نفسي يا رسول الله അല്ലാഹുവിന്റെ റസൂലേ, ഇല്ല, ഈ നിമിഷം മുതൽക്ക് എനിക്ക് എന്റെ ആത്മാവിനേക്കാളും എന്റെ ജീവനേക്കാളും പ്രിയപ്പെട്ടത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ്. فقال النبي صلى الله عليه وسلم الآن يا عمر. അപ്പോൾ അദ്ദേഹത്തോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, الآن يا عمر, ഉമർ, ഇപ്പോഴാണ് നിങ്ങളുടെ ഈമാൻ പൂർത്തിയായി തീർന്നിരിക്കുന്നത്. ഇത് ഇമാം ബുഖാരി ഉദ്ധരിച്ചതായ ഹദീസ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, വലാ യതിമ്മു ലഹും മഖാമുൽ ഈമാൻ ഹത്താ യകൂന الرسول അഹബ്ബ ഇലൈഹിം മിൻ അൻഫുസിഹിം ഫദ്ലൻ അൻ അബ്നാഇഹിം വആബാഇഹിം. ഒരു മുഅ്മിനിന്റെയും വിശ്വാസം പൂർത്തിയാകുകയില്ല അവന്റെ ആത്മാവിനേക്കാൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവന് പ്രിയപ്പെട്ടവനായി തീരുന്നതുവരെ. പിന്നെ അവരുടെ മക്കളെക്കുറിച്ചോ അവരുടെ മാതാപിതാക്കളെക്കുറിച്ചോ പറയേണ്ടതില്ലല്ലോ. അവരെക്കാളും മറ്റാരെക്കാളും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുഅ്മിനിന്റെ ഹൃദയത്തിലേക്ക് അടുത്തവനായി തീരാതെ ഒരു മുഅ്മിനിന്റെയും ഈമാൻ പൂർത്തിയാകുകയില്ല എന്ന് കൃത്യമായി ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഇമാം വിശദീകരിക്കുകയാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, عن أنس رضي الله عنه عن النبي صلى الله عليه وسلم قال ثلاث من كن فيه وجد حلاوة الإيمان. ഒരു മനുഷ്യനിൽ മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ ആ മൂന്ന് കാര്യങ്ങളിൽ അവനിൽ സംഗമിക്കുകയാണെങ്കിൽ ഈമാനിന്റെ മാധുര്യം അവന് നുകരുവാൻ സാധിക്കും. അയ്യകൂനല്ലാഹ്, ഒന്നാമത്തെ കാര്യം അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അല്ലാഹുവും അവന്റെ റസൂലും മറ്റേത് കാര്യത്തെക്കാളും തനിക്ക് പ്രിയപ്പെട്ടതായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം വയുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്, അവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ തന്റെ മുഅ്മിനീങ്ങളായ സഹോദരങ്ങളെ സ്നേഹിക്കുന്നു. വയുഹിബ്ബൽ മർഅ, അവൻ ഒരാളെ ഇഷ്ടപ്പെടുന്നത് അല്ലാഹുവിന്റെ മാർഗത്തിലാണ്. ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടല്ലാതെ ഈമാനിന്റെ പേരിലുള്ള ആ ഇഷ്ടം അവൻ നിലനിർത്തുന്നില്ല. വയക്റഹ അൻ യഊദ ഫിൽ കുഫ്രി കമാ യക്റഹു അൻ യുഖ്ദഫ ഫിന്നാർ, അതുപോലെ തന്നെ ആ മനുഷ്യൻ ഈമാനിന്റെ മാധുര്യം അറിഞ്ഞ ശേഷം കുഫറിലേക്ക് മടങ്ങിപ്പോകുന്നതിന് അവൻ ഭയപ്പെടുന്നു. കുഫറിനെ അവൻ അങ്ങേയറ്റം ഭയപ്പെടുന്നു. ഏതുപോലെ തന്റെ ശരീരത്തെ കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് ഒരു മനുഷ്യൻ ഭയപ്പെടുന്നത് പോലെ അവൻ കുഫറിലേക്ക് പോകുന്നതിനെ ഭയപ്പെടുന്നു. ഈമാൻ അറിഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് സാക്ഷ്യപ്പെടുത്തലാണ്. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ യൻതിഖു അനിൽ ഹവാ, തന്റെ ഇഷ്ടമനുസരിച്ച് തോന്നിയതുപോലെ സംസാരിക്കുന്ന വ്യക്തിയല്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറിച്ച് ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ,
അള്ളാഹുവിൽ നിന്ന് നൽകപ്പെടുന്ന വഹയിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന വ്യക്തിയാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമതായി യാ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണം, ജീവിതത്തിൽ അനുധാവനം ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മുഹമ്മദിൽ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ അതീഉല്ലാഹ വ അതീഉർ റസൂൽ വലാ തുബ്തിലു അഅമാലക്കും. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരിക്കണം കേട്ടോ. വലാ തുബ്തിലു അഅമാലക്കും, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സൽക്കർമ്മങ്ങളെ നിങ്ങൾ പാഴാക്കി കളയരുത്. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കണം. മൂന്നാമത്തെ കാര്യം ഇത്തിബാഉ സുന്നത്തിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ മാതൃക പിന്തുടരുന്നവരായിരിക്കണം ഓരോ മുഅ്മിനും എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം ജീവിതത്തിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ, അവിടുത്തെ ഖൗല്, അവിടുത്തെ ഫിഅല്, അവിടുത്തെ ഇഖ്റാർ അഥവാ അംഗീകാരം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും സഹാബാക്കൾ നമുക്ക് ഒപ്പിയെടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ജീവിതത്തിൽ അനുധാവനം ചെയ്യണം, പിന്തുടരണം എന്നുള്ളതാണ്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് നൽകിയതെന്തോ അത് നിങ്ങൾ സ്വീകരിക്കുക. വമാ നഹാകും അൻഹു ഫൻതഹു, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളെ വിരോധിച്ചതിൽ നിന്നും നിങ്ങൾ അകന്നു നിൽക്കുകയും ചെയ്യുക എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. ഒരൊറ്റ വചനം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും. നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം, പിന്തുടരണം. യുഹ്ബിബുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. അപ്പോൾ അല്ലാഹുവിന്റെ മഹബ്ബത്ത് ലഭിക്കാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ഇത്തിബാ ചെയ്യണം. മാത്രമല്ല വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുകയും ചെയ്യുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث وصحبه أجمعين أما بعد أيها الإخوة أوصيكم بتقوى الله. الله സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള യഥാർത്ഥ സ്നേഹം ഒരു മുഅ്മിൻ കാണിക്കേണ്ടത് ബിത്തിബാഇഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തെ തൻ്റെ ജീവിതത്തിൽ അനുധാവനം ചെയ്തുകൊണ്ടാണ്, പിൻപറ്റിക്കൊണ്ടാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക്കും ബിസുന്നതി, നിങ്ങൾ എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയ്യീന മിൻ ബഅദി, എനിക്ക് ശേഷം വരുന്ന സന്മാർഗദർശികളായ ഖുലഫാ ഉർ റാഷിദീങ്ങളുടെയും ചര്യയെ നിങ്ങൾ മുറുകെ പിടിക്കണം. അദ്ദു അലൈഹാ ബിന്നവാജിദ്, അതിൽ നിന്ന് പിടിവിട്ടു പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ അണപ്പല്ലുകൊണ്ട് നിങ്ങൾ അതിനെ കടിച്ചു പിടിക്കണം. വഇയ്യാകും, നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യണം കേട്ടോ. ആരാണ് പറയുന്നത്? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, ദീനിൽ പുതുതായി കടത്തിക്കൂട്ടപ്പെടുന്ന കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യണം കേട്ടോ. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, കാരണം ദീനിൽ ഉണ്ടാക്കപ്പെടുന്ന പുതുതായ കാര്യങ്ങളെല്ലാം ബിദ്അത്താണ്. വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും വഴികേടാണ്. വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികേടും നമ്മെ കൊണ്ടു ചെന്നെത്തിക്കുന്നത് നരകത്തിലേക്കാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്ത് എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സുന്നത്തിലുമുള്ള സ്ഥിരപ്പെട്ട ഖുതുബയിലൂടെ നമുക്ക് വിശദമായി മനസ്സിലാക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ സഹോദരങ്ങൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾക്ക് അല്ലാഹു ശിഫ നൽകി
അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم انصر إخواننا المستضعفين في فلسطين، اللهم كن لهم ناصرا ومعينا. اللهم اجمع كلمتهم ووحد صفوفهم وسدد رميهم واشف مرضاهم وداوي جرحاهم وتقبل شهداءهم برحمتك يا أرحم الراحمين. اللهم عليك باليهود الظالمين، اللهم خذهم أخذ عزيز مقتدر وأرنا فيهم عجائب قدرتك يا قوي يا متين. آمين 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 برحمتك يا أرحم الراحمين. وأقم الصلاة.